വോട്ട് ചോരി വൻ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും തുടക്കം കുറിച്ച് കേരളത്തിലും കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം 282 ബ്ലോക്കുകളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിന് പിന്നാലെ 14 DCCകളുടെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ നാളെ രാത്രി മെഴുകുതിരി കൊളുത്തി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് എം ലിജു പറഞ്ഞു. കൂടാതെ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ബീഹാറിൽ ഭാരത് ജോഡോ യാത്രാ മോഡലിൽ ഒരു പ്രക്ഷോഭം നടത്താനുള്ള നീക്കം കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. സാമ്പാറാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് 25 ജില്ലകളിലൂടെ കടന്ന യാത്ര സെപ്റ്റംബറിൽ 1-ാം തീയതി പാറ്റ്നയിൽ അവസാനിക്കുമെന്നാണ് അറിയുന്നത്. ബീഹാറിൽ 5 കോടി ഒപ്പ് ശേഖരിക്കാനും കോൺഗ്രസ് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. ബീഹാറിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും അടക്കം രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ തട്ടിപ്പ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് പിന്നാലെ കേരളത്തിൽ BJP ജയിച്ച തൃശ്ശൂരിലും വോട്ടർ പട്ടിക തട്ടിപ്പ് കണ്ടെത്തി. സുരേഷ് ഗോപി ഏറെ വിവാദങ്ങളോടെ ജയിച്ചു കയറിയ ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ പൂരം പോലും തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ടതിൻ്റെ അലയൊലികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അങ്ങനെ വിവാദങ്ങളുടെ തോഴനായി വിലസുന്ന സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരിൽ ഇതാ കള്ളവോട്ട് ചേർത്തതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന സിനിമാ ഡയലോഗുമായി തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയ സുരേഷ് ഗോപി പക്ഷേ തൃശ്ശൂർ കട്ടെടുക്കുമെന്ന് ആരും കരുതിയില്ല. കഴിഞ്ഞ 11 വർഷമായി തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന മോദി സർക്കാർ അധികാരം നിലനിർത്താൻ ഭരണ തുടർച്ച ഉണ്ടാക്കിയത് ഇങ്ങനെ എന്നതാണ് രാഹുൽ ഗാന്ധി തെളിവോടുകൂടി വ്യക്തമാക്കിയത്. हिंदुस्तान में इलेक्शन कमीशन और बीजेपी मिलकर इलेक्शन चोरी कर रहे हैं. ये पूरा का पूरा सबूत ब्लैक एंड व्हाइट में आज हमने आपको दिया. വോട്ടർ പട്ടിക തിരിമറി നടത്തിയും ലക്ഷക്കണക്കിന് ആളുകളെ കള്ളവോട്ട് ചേർത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയും അധികാരം നിലനിർത്തിയ BJPയുടെ നയം തന്നെയാണ് കേരളത്തിൽ തൃശ്ശൂരിലും നടപ്പിലാക്കിയത്. കർണാടകയിൽ ഒരു ഫ്ലാറ്റിൽ നിന്നും മാത്രം 80ഉം അതിനനുസൃതമായ എണ്ണത്തിലും വോട്ടർമാരെയാണ് പലയിടങ്ങളിലായി വോട്ടർ പട്ടികയിൽ BJP തിരികെ കയറ്റിയത്. അതേ മെത്തേഡ് തന്നെയാണ് തൃശ്ശൂരിലും നടന്നത്. 2019 അപേക്ഷിച്ച് 2024 സംസ്ഥാനത്ത് ശരാശരി 79,881 വോട്ടുകളാണ് ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചത്. അതേസമയം തൃശ്ശൂരിലെ കണക്ക് നോക്കിയാൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചത് 1,46,673 വർദ്ധിക്കുകയായിരുന്നു. കന്നി വോട്ടർമാരായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുതായി ചേർക്കപ്പെട്ടത് 34,000-ഓളം വോട്ടുകളാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും തൃശ്ശൂരിൽ ഏതാണ്ട് ഇത്രത്തോളം തന്നെ കന്നി വോട്ടർമാർ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിൽ നിന്ന് തന്നെ വോട്ടർ പട്ടിക ക്രമക്കേടിൻ്റെ ആദ്യ സൂചന തൃശ്ശൂരിൽ തെളിഞ്ഞിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കെ മുരളീധരൻ ഈ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിട്ടുമുണ്ട്. പക്ഷേ അന്ന് അധികൃതർ ഇതിനെ അവഗണിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് നെട്ടിശ്ശേരിയിലെ ഭരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ താമസിച്ചിരുന്ന സുരേഷ് ഗോപി തൻ്റെയും കുടുംബാംഗങ്ങളുടെയും 11 വോട്ട് ഇവിടെ വിലാസമാക്കി ചേർത്തു. സുരേഷ് ഗോപിയുടെ വിജയത്തോടെ പിന്നീട് ഈ വീട് ഒഴിഞ്ഞു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും കൊല്ലം ഇരവിപുരത്തും വോട്ടുണ്ട് എന്ന് തെളിഞ്ഞു. സുഭാഷ് ഗോപി വോട്ടേഴ്സ് ലിസ്റ്റിൽ തൃശ്ശൂരിൽ കൊടുത്തത് അച്ഛൻ്റെ പേരാണ് എങ്കിൽ കൊല്ലത്ത് കൊടുത്തിരിക്കുന്നത് അമ്മയുടെ പേരാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ടും തൃശ്ശൂരാക്കി മാറ്റി. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിൽ 4C എന്ന ഫ്ലാറ്റിൽ ചേർത്തത് 9 വോട്ടുകളാണ്. ഈ 9 പേർ ആരെന്ന് അവിടുത്തെ ആ ഫ്ലാറ്റിൻ്റെ ഉടമയ്ക്ക് പോലും അറിയില്ല. പൂങ്കുന്നം ശങ്കരൻകുളങ്ങരയിലെ ഫ്ലാറ്റിൽ 79 പേരെ ക്രമരഹിതമായി ഉൾപ്പെടുത്തി. ഇങ്ങനെ ഒരു ബൂത്തിൽ മാത്രം 25 മുതൽ 45 വരെ വോട്ടുകൾ ക്രമക്കേടിലൂടെ തിരികെ കയറ്റി എന്നാണ് കണ്ടെത്തൽ. ചില ഫ്ലാറ്റുകളും ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ചും തൃശ്ശൂരിൻ്റെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന വീടുകളെയും അവരുടെ വിലാസത്തിലും ആളുകളുടെ വോട്ട് ചേർത്തു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വാടക കരാറുകളുടെ കോപ്പി എടുത്താണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് 1,46,673 വോട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം കൂടിയത്. ഇത് രാജ്യവ്യാപകമായി നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത്.
രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ആരോപണത്തിന് മറുപടി നൽകേണ്ടതായിരുന്നു, ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതായിരുന്നു എന്നും സംഭവത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം നിർഭാഗ്യകരമായി പോയി എന്നുമാണ് 22ാമത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓം പ്രകാശ് റാവത്ത് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തൃശൂരിനെ കട്ടെടുത്ത സുരേഷ് ഗോപിക്കെതിരെയും BJPക്കെതിരെയും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ BJP ഇപ്പോൾ ഉണ്ടയില്ലാ വെടിപൊട്ടിച്ച് രംഗത്ത് വന്നു. ഇന്ന് വയനാട്ടിൽ പ്രിയങ്കയുടെ വിജയത്തിന് എതിരെയാണ് ദീപാവലിക്കും വിഷുവിനുമൊക്കെ പൊട്ടിക്കുമ്പോൾ ചീറ്റിപ്പോകുന്ന മുക്ക് പടക്കവുമായി BJP വരുന്നത്. എങ്കിൽ മോദിയുടെ സ്തുതിഗായകരായ അനുരാഗ് താക്കൂറിന് യാതൊരു തെളിവുകളും നിരത്താൻ സാധിച്ചിട്ടുമില്ല. അതായത് തങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ആറ്റം ബോംബ് കുറിക്കു കൊണ്ടു എന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷേ സുരേഷ് ഗോപി പ്രതിരോധത്തിലായതുകൊണ്ടാവാം BJP ഇങ്ങനെ ഒരു അടവ് നയവുമായി പ്രത്യാക്രമണവുമായി ഇറങ്ങിത്തിരിച്ചത്. ഏതായാലും രാജ്യത്തെ നടുക്കിയ ഈ സംഭവത്തോടെ BJPയുടെയും മോദിയുടെയും പത്തിക്ക് തന്നെ അടി കിട്ടി എന്ന് വേണം കരുതാൻ. ഇനി ആ തല ഉയർത്തി നടക്കാൻ മോദിക്ക് കഴിയാത്ത വിധം നാണക്കേടിൻ്റെ ചുഴുക്കുത്തിൽ അകപ്പെട്ടു പോയി BJP. നാളെ ഇന്ത്യയിൽ പൊന്തി വരുന്ന പ്രക്ഷോഭങ്ങളെ തടുക്കാൻ കഴിയാതെ തകർന്നടിയുന്ന മോദിയെയും നമുക്ക് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.